Good morning, my dear students. Yesterday we have seen the different types of fund-based activities, isn't it? Today let's see which are the non-fund-based activities of financial services in the category of ട്രഡീഷണൽ സർവീസ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സർവീസസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ട്രഡീഷണൽ സർവീസ് എന്നും മോഡേൺ ആക്ടിവിറ്റീസ് എന്നും, അല്ലേ? അപ്പോൾ അതിനകത്ത് ട്രഡീഷണൽ സർവീസിൽ വരുന്ന സെക്കൻഡ് കാറ്റഗറിയാണ് നോൺ ഫണ്ട് ബേസ്ഡ് അല്ലെങ്കിൽ ഫീ ബേസ്ഡ് ആക്ടിവിറ്റീസ്. എപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം, കസ്റ്റമേഴ്സ് അതായത് അത് ഇൻഡിവിജ്വൽസ് ആയാലും കോർപ്പറേറ്റ്സ് ആയാലും ഇങ്ങനെ നമ്മളുടെ ഫിനാൻസ്, നമ്മൾ കൊടുക്കുന്ന പ്രൊവിഷൻ ഓഫ് ഫിനാൻസ് കൊണ്ട് മാത്രം അവർ സാറ്റിസ്ഫൈഡ് അല്ല. എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ സർവീസസ് കൂടി ഇൻഡിവിജ്വൽസ് ആയാലും കോർപ്പറേറ്റ്സ് ആയാലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ നോൺ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനകത്ത് വരുന്ന ഫസ്റ്റ് വണ്ണാണ് മാനേജിങ് ക്യാപിറ്റൽ ഇഷ്യൂസ്. അപ്പോൾ എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ക്യാപിറ്റൽ ഇഷ്യൂസിനെ മാനേജ് ചെയ്യാറുണ്ട്. എങ്ങനെയാണത്? അത് ചിലപ്പോൾ ആ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിരിക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് പ്രീ ഇഷ്യൂ ആൻഡ് പോസ്റ്റ് ഇഷ്യൂ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ ഇഷ്യൂ. അപ്പോൾ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുൻപുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞിട്ടുള്ള ഇഷ്യൂ ആക്ടിവിറ്റീസൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദ പ്ലേസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരുടെ ക്യാപിറ്റലോ അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റിന് ആര് ഹെൽപ്പ് ചെയ്യാറുണ്ട്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ലോങ് ടേം ഓർ ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം ഫണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ അവരെന്ത് ചെയ്യാറുണ്ട്? അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഫോർത്ത് വണ്ണാണ് അസിസ്റ്റിംഗ് ഇൻ ഗെറ്റിംഗ് ഓൾ ഗവൺമെൻറ് ആൻഡ് അതർ ക്ലിയറൻസസ് ഫോർ പ്രോജക്റ്റ് ആൻഡ് ക്യാപിറ്റൽ റേസിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെയുള്ള എല്ലാത്തിനും ഒരു അസിസ്റ്റൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നോൺ ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റീസ്. ഇനി സെക്കൻഡ് വൺ നമുക്കറിയാം മോഡേൺ ആക്ടിവിറ്റീസ്. മോഡേൺ ആക്ടിവിറ്റീസിൽ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ട്രഡീഷണൽ ആക്ടിവിറ്റീസ് കൂടാതെ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നോൺ മോഡേൺ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മോസ്റ്റ് ഓഫ് ദം ആർ നോൺ ഫണ്ട് ബേസ്ഡ്, നമ്മൾ പറഞ്ഞല്ലോ നോൺ ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റീസ് ആണെന്ന്. ഇനി ഏതൊക്കെയാണ് ഈ നോൺ ഫണ്ട് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ നമ്മളെന്ത് പറയും? ന്യൂ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്. Besides above mentioned traditional services, the financial intermediaries have started rendering innumerable services in recent time. ഈ റീസെൻറ്റ് ടൈമിൽ കുറേ ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയിട്ടുണ്ട്. എന്താണ്, കൗണ്ട് ചെയ്യാൻ അവനേക്കാൾ അപ്പുറം. മോസ്റ്റ് ഓഫ് ദം ആർ നോൺ ഫണ്ട് ബേസ്ഡ്. അങ്ങനെ അതിനകത്ത് മിക്കതും എന്താണ്? നോൺ ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റീസാണ്. അപ്പോൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഇൻ ഫാക്ട് ന്യൂ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് പറയാം? ന്യൂ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് എന്നും കൂടി പറയാം. അതിനകത്ത് വരുന്ന ചില ന്യൂ ഫിനാൻഷ്യൽ പ്രോഡക്ട്സിൻ്റെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊജക്റ്റ് അഡ്വൈസറി സർവീസസ് ഇൻക്ലൂഡിങ് പ്രിപ്പറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് റിപ്പോർട്ട് ആൻഡ് ദ റേസിംഗ് ഓഫ് ഫണ്ട്സ്. അപ്പോൾ പ്രൊജക്റ്റ് അഡ്വൈസറി സർവീസ് ആണ് ഫസ്റ്റ് വൺ. അതിനകത്ത് എന്തൊക്കെ പെടുന്നുണ്ട്? അതിനകത്ത് പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനും പിന്നെ ഫണ്ട് റേസ് ചെയ്യാനും ആ പ്രോജക്റ്റിന് വേണ്ടിയുള്ള ഫണ്ട് റേസ് ചെയ്യാനൊക്കെ അവരെന്ത് ചെയ്യുന്നു? ഒരു അഡ്വൈസറി സർവീസ് കൊടുക്കുന്നുണ്ട്. ഈ രണ്ടാമത്തേതാണ് അസിസ്റ്റിംഗ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്. മെർജിങ് നടത്താനും അല്ലെങ്കിൽ അക്വിസിഷൻ നടത്താനൊക്കെ അസിസ്റ്റ് ചെയ്യാറുണ്ട്.
പിന്നെ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് അസിസ്റ്റൻസ്. ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റലിനെ റീസ്ട്രക്ചർ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ആക്ടിങ് ആസ് ട്രസ്റ്റീസ് ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഒരു ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഈ ഫോർത്ത് വൺ പ്രൊവൈഡിങ് ബെറ്റർ മാനേജ്മെൻറ്റ് കൾച്ചർ. അതായത് ഒരു മാനേജ്മെൻറ്റ് ബെറ്റർ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റ് കൾച്ചർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ പ്രൊമോട്ടിങ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. അതായത് ജോയിൻറ്റ് വെഞ്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി സിക്സ്ത് വണ്ണാണ് റീഹാബിലിറ്റേറ്റിംഗ് ഓർ റീകൺസ്ട്രക്റ്റിംഗ് സിക്ക് കമ്പനീസ് എന്നാണ് വീക്കായിട്ടുള്ള കമ്പനീസിനെയൊക്കെ റീഹാബിലിറ്റ് ചെയ്യണം. അതെന്താണ് റീകൺസ്ട്രക്റ്റ് ചെയ്ത് അതിനൊന്ന് ഒരു ന്യൂനെസ് കൊണ്ടുവരാനായിട്ട് അതിനൊന്ന് ഉയർത്തി കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അത് അസിസ്റ്റ് ചെയ്യുക ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസിസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഹെഡ്ജിങ് ഓഫ് റിസ്ക് ബൈ യൂസിങ് സ്വാപ്സ് ആൻഡ് അതർ ഡെറിവേറ്റീവ് പ്രോഡക്ട്സ്. അതായത് സ്വാപ്പ് അല്ലെങ്കിൽ മറ്റുള്ള ഡെറിവേറ്റീവ് പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് റിസ്കുകൾ ഹെഡ്ജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗ്രൂപ്പ്സിൻ്റെ പോർട്ട്ഫോളിയോസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് ഷെയർസിന് നമ്മളെന്ത് പറയും? പോർട്ട്ഫോളിയോ എന്ന് പറയും. ഓക്കെ. ഇനി റിസ്ക് മാനേജ്മെൻറ്റ് സർവീസസ് ലൈക്ക് ഇൻഷുറൻസ് സർവീസസ്, ബൈബാക്ക് ഓപ്ഷൻസ് ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ അസിസ്റ്റിംഗ് ഇൻ ദ സിലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട്സ്. അപ്പോൾ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട്സ് സെലക്ട് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യുന്നു. പിന്നെ 11th വൺ ഡിറ്റർമിൻ ദി ഒപ്റ്റിമം ഡെറ്റ് ഇക്വിറ്റി മിക്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഇക്വിറ്റി മിക്സിൻ്റെ ഒരു ഏറ്റവും നല്ല രീതിയിൽ സ്യൂട്ടബിൾ ഒപ്റ്റിമമായിട്ടുള്ള ഡെറ്റ് ഇക്വിറ്റി മിക്സ് കണ്ടെത്താനായിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ സർവീസസ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ മാർക്കറ്റിലാണെങ്കിലോ ക്ലിയറിംഗ് സർവീസസ്, രജിസ്ട്രേഷൻ ആൻഡ് ട്രാൻസ്ഫർ ചെയ്യാൻ, പിന്നെ സേഫ് കസ്റ്റഡി ഓഫ് സെക്യൂരിറ്റീസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ കളക്ഷൻ ഓഫ് ഇൻകം ഓൺ സെക്യൂരിറ്റീസ് ഫോർ കസ്റ്റമേഴ്സ്. അപ്പോൾ കളക്ഷൻ അതായത് സെക്യൂരിറ്റീസിൻ്റെ അതായത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസിൻ്റെ ഇൻകം കളക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പ്രൊമോഷൻ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ പ്രൊമോഷൻസ്. ഇതൊക്കെയാണിത് മോഡേൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ ന്യൂ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് എന്നൊക്കെ പറയാറുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.